മനുഷ്യന് വേണ്ടുവോളം തിന്മ കിട്ടാൻ ഒരു ചെറിയ കാര്യം മതി. വേണ്ടുവോളം തിന്മ കിട്ടാൻ എന്ത്? മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരനെ നിസ്സാരത്തിന്റെ കണ്ണുകൊണ്ട് കാണുക, ഒരു പരിഹാസത്തോടുകൂടെ കാണുക. അങ്ങനെ നോക്കാൻ ആ ഒരു നോട്ടം മതി ഒരു മനുഷ്യന് വാനോളം തിന്മ ലഭിക്കാൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പള്ളിയിൽ ഇരിക്കുകയാണ്. അപ്പോ മുതലാളിയായ ഒരാൾ കടന്നു വന്നു. അദ്ദേഹം നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒന്നാമത്തെ സ്വപ്പിൽ തങ്ങളുടെ മുമ്പിൽ ഇരിക്കെ നിസ്കാരത്തിന്റെ സമയം, ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു പാവപ്പെട്ട ഒരു സഹാബി കടന്നു വന്നു. അവരുടെ ശരീരത്തിൽ മുഷിഞ്ഞ വസ്ത്രമാണ്, ഒന്നുമില്ല. അവരൊക്കെ അന്ന് സൂഫ്, നമ്മുടെ വുളൻ ക്ലോത്തുകൾ ഉപയോഗിക്കുന്നവരാണ്. പരിപരുത്ത വസ്ത്രങ്ങൾ അതേ അവർക്ക് കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ആ പാവപ്പെട്ട സ്വഹാബി ഇങ്ങനെ വന്ന് ഇരുന്നത് ഈ മുതലാളിയായ സ്വഹാബിയുടെ അടുത്താണ്. അദ്ദേഹം വളരെ വളരെ പ്രൗഢമായ അല്ലെങ്കിൽ ആഡംബരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുകയാണ്. ഈ സ്വഹാബിയുടെ അടുത്ത് ഇരുന്നപ്പോ, പാവപ്പെട്ട സ്വഹാബി വന്നുകൊണ്ട് ഇരുന്നപ്പോ, ഈ മുതലാളിയായ ആൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളുടെ അടുത്തേക്ക് വലിച്ചു പിടിച്ചു. ഇത് നബി തങ്ങൾ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിച്ചു. എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം? നിങ്ങൾ ഇയാളുടെ കൂടെ ഇരുന്നാൽ നിങ്ങളുടെ സമ്പത്ത് അയാളിലേക്ക് ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചോ? അതല്ല, അയാളുടെ ദാരിദ്ര്യം നിങ്ങളിലേക്ക് വന്നുപെടുമെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? തട്ടിപ്പോയാൽ, ഒന്നടുത്തിരുന്നു പോയാൽ നിങ്ങളുടെ സമ്പത്തൊക്കെ ഇയാൾക്കത് ഒഴുകിപ്പോവുകയും അയാളുടെ ദാരിദ്ര്യം നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു വരികയും ചെയ്യുമെന്ന് ഭയന്നതുകൊണ്ടാണോ നിങ്ങൾ ഈ വസ്ത്രം വലിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? പരിഹസിക്കല്ലേ, ആരെയും നിസ്സാരമായി കാണല്ലേ. പക്ഷേ ഈ സ്വഹാബിക്ക് വളരെ മനസ്താപമുണ്ടായി, സങ്കടപ്പെട്ടു. അവർ പറഞ്ഞു, നബിയെ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു നബിയെ. ഹബീബായ നബിയെ, ഈ തെറ്റിന് പ്രായശ്ചിത്തമായി നോക്കണം സ്വഹാബികൾ ചിന്തിക്കാൻ. ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ, എന്റെ ആഡംബര വസ്ത്രത്തിൽ ചളിയാവേണ്ട അല്ലെങ്കിൽ മുഷിപ്പാവേണ്ട എന്ന് വിചാരിച്ച് എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ തോന്നൽ വന്നുപോയി നബിയെ. നബിയെ, ഇതിന് പകരം എന്റെ സമ്പത്തിന്റെ നേർപകുതി ഞാൻ ഈ പാവപ്പെട്ട സ്വഹാബിക്ക് കൊടുത്താൽ അതതിന് പകരമാകുമോ നബിയെ എന്ന് നബിയോട് ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിപ്പോ സംഭവിച്ചിട്ടുള്ളൂ? എന്റെ പകുതി സമ്പത്തിന് കൊടുക്കാണ്. നമ്മൾ ശരിക്കും ആലോചിക്കണതൊക്കെ, അക്കൗണ്ടിൽ നിന്ന് പകുതിന് കൊടുക്കാൻ എന്താ ഇപ്പൊ ചെയ്തത്? ഒന്നുമല്ല. ആ മനുഷ്യനോട് എന്റെ കൽബിൽ വന്നുപോയൊരു ഇഹ്തിഖാർ, ഒരു ചെറുതായിട്ട്, ഒരു മോശമായിട്ട് ചിന്തിച്ചത്. ഇയാളൊരു പാവപ്പെട്ടവൻ, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയതിന്റെ ഗൗരവം, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ കൊടുക്കട്ടെ. നബി തങ്ങൾ ചോദിച്ചു പാവപ്പെട്ട സ്വഹാബിയോട്, നിങ്ങൾ എന്ത് പറയുന്നു? എന്തൊരു മനോഹരമായ സംഭവം. ആ സ്വഹാബി പറഞ്ഞു, നബിയെ, ഞാൻ അവരുടെ ക്ഷമാപണം ഞാൻ സ്വീകരിച്ചു നബിയെ, ഞാൻ ക്ഷമിച്ചു നബി, എനിക്കതിൽ വിഷമമില്ല, എനിക്ക് വിഷമമില്ല നബിയെ, ഞാൻ ക്ഷമിച്ചു കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ സമ്പത്ത് എനിക്ക് വേണ്ട. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നതാണ് എനിക്കിഷ്ടം നബിയെ. എനിക്ക് ദാരിദ്ര്യമാണെങ്കിലും അള്ളാഹു എനിക്ക് ആ നിശ്ചയിച്ചതിൽ ഞാൻ പൊരുത്തപ്പെട്ട് കഴിയുന്നു നബിയെ. എനിക്ക് സമ്പത്ത് വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കാറുണ്ടോ? മുസ്ലിമായ ഒരു മനുഷ്യനെ നിസ്സാരത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് അങ്ങേയറ്റം അപകടമാണ്. നമുക്ക് ജുമുഅക്കൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഗാരേജിൽ നിന്നൊക്കെ കടന്നു വരുന്ന ആൾക്കാരുണ്ടാവും, ലേബേഴ്സ് ഉണ്ടാവും, പല വസ്ത്രക്കാര്, പല നജസ് ഇല്ലെങ്കിൽ ഒരാൾക്ക് നിസ്കരിക്കാലോ. നജസ് ശരീരത്തിൽ ഇല്ലെങ്കിൽ നിസ്കരിക്കാം. ചിലരെങ്കിലും പറയും ദേഹത്താകെ ചളിയാണ്, എന്നാ പിന്നെ അസ്റക്കണ കദാക്കി മഗ്രിബും കഴിഞ്ഞ് ഇശ കഴിഞ്ഞ് ഒരു കുളി കുളിച്ച് 5 വക്ത് നിസ്കരിക്കാം. അതിനൊന്നും ആവശ്യമില്ല, ഹറാമല്ലേ അല്ലെ? ഒരു വക്തിൽ നിന്ന് ഒരു നിസ്കാരത്തെ ഖളാ ആക്കുന്നത് അടുത്ത വക്തിലേക്ക് അകാരണമായി കൊണ്ടുപോകുന്ന എന്തൊരു ജെന്യൂൻ റീസൺ ഇല്ലാതെ എങ്ങനെ പറ്റും? നജസില്ലേ, ഒരു കുഴപ്പമില്ല, നിസ്കരിക്കാം. ചളിയുണ്ടാകും, എന്തെങ്കിലും അടയാളങ്ങൾ വരും. എന്നാൽ നജസ് ഇല്ലെങ്കിൽ ആ വസ്ത്രത്തോട് നിസ്കരിക്കും, ഒരു വിരോധവുമില്ല. പക്ഷേ നിസ്കാരത്തിന് വേണ്ടി തസയ്യും സുന്നത്താണ്, നിസ്കാരത്തിന് വേണ്ടി ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു അറപ്പോ വെറുപ്പോ ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു വസ്ത്രവിധാനത്തിലോ ഒരു കോലത്തിലോ മുഅ്മിനായ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടാൽ പോലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരൽപ്പം പോലും അയാളെക്കാൾ ഞാൻ കുറച്ച് ഉഷാറാണല്ലോ എന്ന് തോന്നുന്നത് അഹങ്കാരമാണെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് നമ്മൾ ദീനിനെ മനസ്സിലാക്കുന്നത്? പുച്ഛിച്ച് തള്ളാൻ പാടില്ല. നിസ്സാരത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിക്കൂടാ. അയാളൊരു ഇടം കണ്ണുകൊണ്ട് നോക്കുക പാടില്ല. ഇസ്തിഹിസാ എന്നതിനർത്ഥം പരിഹസിക്കുക എന്നതിനർത്ഥം.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൽഖിൽ പലരെയും പല രീതിയിൽ അല്ലാഹു പടച്ചു. അല്ലാഹുവിന്റെ ഖൽഖിനെ പരിഹസിക്കൽ ഖാലിഖായ അല്ലാഹുവിനെ പരിഹസിക്കൽ